നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പേർഷ്യൻ ഉദ്യാനത്തിൻ്റെ മോഡലിൽ നിർമ്മിച്ച നമ്മുടെ ഷാലിമാർ ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിലും എൻട്രി ഫീ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഉദ്യാനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുഗൾ രാജാക്കന്മാരാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് നിർമ്മിച്ചത് 1619 മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ ആയിരുന്നു. പിന്നീട് അത് 1630 അന്നത്തെ കാശ്മീർ ഗവർണറായ സഫാർ ഖാൻ നമ്മുടെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ നിർദ്ദേശപ്രകാരം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് പല വർഷങ്ങളിൽ പല രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടന്നിട്ടുള്ള ഒരു ഗാർഡനും കൂടാണ് നമ്മുടെ ഈ ഷാലിമാർ ഗാർഡൻ. ഈ ഷാലിമാർ ഗാർഡൻ 31 ഏക്കറിലാണ് വ്യാപരിച്ച് കിടക്കുന്നത്. അങ്ങനെ ഒത്തിരി മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഹിസ്റ്ററിയും അടങ്ങിയ നമ്മുടെ ഷാലിമാർ ഉദ്യാനത്തിൻ്റെ കാഴ്ചകൾ ഒട്ടും മിസ് ചെയ്യാതെ നിങ്ങളെ കാണിക്കണം എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇത് ഒരു ഒത്തിരി ഹിസ്റ്ററിയും ഒത്തിരി കഥകളും ഒക്കെ ഉള്ളൊരു ഗാർഡൻ കൂടാണ് ഷാലിമാർ ഗാർഡൻ. പക്ഷെ നമുക്ക് ഒറ്റ ആംഗിളിൽ നിന്ന് ഫുള്ള് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് പല ഭാഗങ്ങളിലൊക്കെ നടക്കുമ്പോൾ പല ആംഗിളിലായിട്ടാണ് കിട്ടുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെ മനോഹരമായ രീതിയിൽ ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ മറ്റ് ഹിസ്റ്ററിയിലോട്ട് നടക്കാം. ഞാൻ പറഞ്ഞു പല രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയങ്ങളിൽ പലരും പല രീതിയിലുള്ള എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ മഹാരാജാവായിരുന്ന രഞ്ജിത് സിംഗിൻ്റെ സമയത്ത് ഇവിടുത്തുള്ള മാർബിൾ പവലിയൻ വന്നിട്ട് ഫോറിൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഗസ്റ്റുകൾക്കൊക്കെയുള്ള ഒരു ഗസ്റ്റ് ഹൗസായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷാലിമാർ ഗാർഡൻ്റെ ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ വർക്കുകളൊക്കെ നടത്തിയത് മഹാരാജാവ് ഹരിസിംഗിൻ്റെ കാലത്താണ്. അങ്ങനെ ഓരോ റൂളേഴ്സ് വരുമ്പോഴും അത് ഒത്തിരി മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടത്തുകയും പലതരത്തിൽ പേരുകൾ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള പേരല്ലായിരുന്നു, പിന്നീട് അങ്ങനെ പല രീതിയിൽ പല പേരുകളൊക്കെ മാറ്റിയെങ്കിലും ഷാലിമാർ ബാഗ എന്ന പേര് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് ഷാലിമാർ ഗാർഡൻ എന്നർത്ഥം വരുന്ന ഷാലിമാർ ബാഗ് എന്ന നെയിമാണ് ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ തുടരുന്നത്. ആ ഒരു പേര് തന്നെയാണ് നമ്മൾ ഈ ഗാർഡൻ ഇപ്പോൾ അറിയപ്പെടുന്നത്, ഷാലിമാർ ഗാർഡൻ എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ പല റൂളേഴ്സ് പേരുകൾ മാറ്റുകയും എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടത്തി വളരെ ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പ്ലേസാണ് ഷാലിമാർ ഗാർഡൻ. ശരിക്കും ഇവിടെ വന്നാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിക് വ്യൂ ആണ്. ഒരു സൈഡിലാണ് നല്ല മൗണ്ടൻസ്, അതുപോലെ ധാരാളം മരങ്ങൾ, ചെടി, കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ്, ചെടികൾ, പിന്നെ എടുത്തു പറഞ്ഞിട്ട് ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൈൻസ് ആണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇതിനിടയിൽ ഇടതൂർന്ന ചീനാർ മരങ്ങളും അത് വില്ലോ മരങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ദാൽ ലേക്കിലേക്കുള്ള അസാധ്യ വ്യൂ, ഇവിടുന്ന് ആ മൗണ്ടൻസിൻ്റെ വ്യൂ എല്ലാം ഈ ഗാർഡനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒത്തിരി സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ നമ്മൾ ടൂറൊക്കെ പോകുന്ന പോലെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയും കാണാൻ പറ്റി, നടന്ന് കാണാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഇന്ന് ക്ലൈമറ്റ് ചിലപ്പോൾ ഇത്തിരി മോശമാണ്, ഇടയ്ക്കൊരു ക്ലൗഡിയൊക്കെ വരുന്നുണ്ട്, മഴയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം മഴയ്ക്ക് മുൻപ് ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ നടന്ന കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും ട്രീസും മെഡോസും എല്ലാം ഉള്ള നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ളൊരു പ്ലേസും കൂടാണ് ഷാലിമാർ ഗാർഡൻ. ഇത് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഇപ്പോൾ ഈ ഉദ്യാനം ഉള്ളത്. ഇത് ശരിക്കും പല രാജാക്കന്മാർ പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയും റിനോവേഷൻ നടത്തുകയൊക്കെ ചെയ്തെങ്കിലും പബ്ലിക്കിന് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് 1653 കേട്ടോ. അങ്ങനെ വളരെ മനോഹരമായ ഈ ഗാർഡൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എത്ര പറഞ്ഞാലും തീരത്തിൽ അതുപോലെ ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗാർഡനും കൂടാണ് ഈ ഷാലിമാർ ഗാർഡൻ. പേർഷ്യൻ ഉദ്യാനത്തിൻ്റെ രൂപകൽപ്പനയിൽ 3 ടെറസുകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ഷാലിമാർ ഗാർഡൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസർവോയറിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണത്താൽ ആണ് ഇവിടുത്തെ ജലസംവിധാനം പേരുകേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഗുരുത്വാകർഷണത്താൽ പ്രവർത്തിക്കുന്ന ജലസംവിധാനത്തിന് പേരുകേട്ട ഒരു ഉദ്യാനവും കൂടാണ് നമ്മുടെ ഷാലിമാർ ഗാർഡൻ.
നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ ഈ ഒരു എൻഡ് വരെ ഒരറ്റം മുതൽ ഒരറ്റം വരെ എന്ന് പറയാം, അതുപോലെ ധാരാളം വാട്ടർ ഫൗണ്ടെയിനുകളും ഈ ഒരു പാത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജലസേചനത്തിന് വേണ്ടി അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ വാട്ടർ ഫൗണ്ടെയിനുകളെല്ലാം ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം സ്കൂൾ കോളേജുകളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുവന്ന ഒത്തിരി പിള്ളേരുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ക്രൗഡഡും കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. വളരെ മനോഹരമായൊരു ഉദ്യാനം തന്നെയാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നടന്ന് കാണാനും ഉണ്ട് കേട്ടോ നന്നായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയെങ്കിൽ പ്രത്യേക ഒരു അനുഭൂതിയും കൂടെ ആയിരിക്കും ഇതിൽ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഈ ഷാലിമാർ ഗാർഡൻ നിർമ്മിച്ചത് ജഹാംഗീറാണ്. പിന്നെ പല റൂളേഴ്സ് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും വർക്കുകളൊക്കെ മാറ്റി ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് നിർമ്മിച്ച സമയത്ത് ജഹാംഗീർ സമ്മർ സമയത്ത് തൻ്റെ ഔദ്യോഗിക വസതിയായിട്ട് ഈ ഷാലിമാർ ഗാർഡൻ മാറ്റിയിരുന്നു. ഡൽഹിയിലായിരുന്ന റൂളറിന് താമസിച്ചിരുന്നെങ്കിൽ പോലും സമ്മർ സമയങ്ങളിൽ കുടുംബസമേതം എല്ലാ ഭരണ ഔദ്യോഗിക ബഹുമതികളോടെ ഇങ്ങോട്ട് മാറ്റിയിരുന്നതായിട്ടും ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി ചരിത്രമുറങ്ങുന്ന ഒരു ഗാർഡനും കൂടാണ് ഷാലിമാർ ഗാർഡൻ. നമുക്കറിയാം ശ്രീനഗറിൽ വന്നാൽ ധാരാളം ഗാർഡനുകൾ കാണാനുണ്ട്. അതുപോലെ ഈ ശ്രീനഗറിൻ്റെ ഒരു ക്രൗൺ എന്ന രീതിയിലും നമുക്ക് ഈ ഷാലിമാർ ഗാർഡൻ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് എത്രത്തോളം ഇത് ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രീനഗർ വരുവാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ഗാർഡൻ തന്നെയാണ് ഷാലിമാർ ഗാർഡൻ. എന്തായാലും നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മഴയൊക്കെ ഇടിയൊക്കെ വെട്ടി ക്ലൗഡ് ഒന്നും കൂടെ ഒന്ന് മഴ ക്ലൗഡ്സ് കൂടുതലായപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. മഴ ശക്തമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ താമസിക്കുന്ന റൂമിലോട്ടായിരിക്കും പോവുക. എന്തായാലും നമ്മൾ പോകുന്നത് ദാൽ ലേക്കിൻ്റെ വേറൊരു സൈഡിൽ കൂടെയാണ്. ഷാലിമാർ ഗാർഡൻ്റെ ഒരു സൈഡിലും ദാൽ ലേക്കാണ്, പിന്നെ മൗണ്ടൻസ് ആണ്. ശ്രീനഗറിലെ ഈ ദാൽ ലേക്കിന് ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോയാലും ദാൽ ലേക്കിൻ്റെ പലതരത്തിലുള്ള വ്യൂകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.